മുത്തുമണികളെ എന്താ പാട് നമ്മൾ ഇന്നത്തെ വൈബർക്കെന്ന് പറഞ്ഞാൽ ഇതാ ആർട്ട് ഓഫ് വയലൻസ് ഇങ്ങനെയല്ല വായിച്ചാൽ ഇന്നോട് വായിച്ചതൊക്കെ ഞാൻ വായിച്ചിന് കേട്ടോ. അല്ല ഒരു ജിം ക്ലീനിങ് കേട്ടോ. അതായത് കൊണ്ടോട്ടി സ്വയംവര ബിൽഡിങ്ങിൻ്റെ അങ്ങേപ്പുറത്തുള്ളൊരു ബിൽഡിങ്ങിലാണ് ബൈപ്പാസ് റോഡിൽ ഒരു കൊണ്ടോട്ടിയിൽ അത്യാവശ്യം സൗകര്യത്തോട് കൂടിയുള്ള ഒരു ജിമ്മാണ് മുത്തുമണികളെ. ഇവിടെ ഓൺലി പേഴ്സണൽ ട്രെയിനിങ് കേട്ടോ. ഇവിടുത്തെ കഥ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺലി പേഴ്സണൽ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. വേറെ ലെവലാണ്. സെറ്റാക്കുമ്പോൾ സെറ്റാക്കുമ്പോഴേ വെയിറ്റ് കൂട്ടുണ്ടല്ലോ കൂട്ടും, കുറക്കണ്ടല്ലോ കുറക്കും, എന്താ വേണ്ട ചെയ്തു തരും. അപ്പം നമ്മൾ ഇവിടെ വന്നത് എന്താ പറയുക, നമ്മളെ ചങ്കൻ്റെ ജിമ്മാണ്. നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ വർക്കിനും വേണ്ടിയാണ്. ഈ കാണുന്ന ജിം അത്യാവശ്യം മിഷീനും കാര്യമൊക്കെ ഉണ്ട്. മാഷാ അല്ലാ കുഴപ്പമില്ലാത്ത അടിപൊളി ജിമ്മാണ്, സൗകര്യത്തോട് കൂടിയില്ല. അപ്പം നമ്മളെന്നത് വൈബ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ ക്ലീനിങ് വർക്കാണ്. നമ്മളെ വൈബ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മളിതിൽ കൊടുക്കണം. അപ്പോൾ കാണട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണാൻ ബുദ്ധിമുട്ടാവില്ല നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മുത്തുമണികളെ. പിന്നെ നമ്മളെന്തൊക്കെ പണികളാണ് ചെയ്യുന്നത് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. പല ഇനം വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വർക്കുകളാണെന്ന് അതിൽ പോയൊക്കെ എനിക്ക് അറിയാം നമ്മൾ ഏതൊക്കെ ഇനം വർക്കുകളാണ് ചെയ്യലെന്ന്. അല്ലേ ജിമ്മിൻ്റെ സൗകര്യം ഉണ്ടല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജിമ്മാണ്. നമ്മൾ എന്തൊക്കെ വർക്കാണോ ഈ ജിമ്മിൽ ചെയ്യണത് നമ്മൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വർക്ക് ഇപ്പം വരും. വെയിറ്റ് ചെയ്ത് വിളി സെറ്റാക്കുക തന്നെ. ബിഫോർ ആഫ്റ്റർ കണ്ടിട്ടോ, നഷ്ടം ഉണ്ടാവില്ല. ഫുള്ള് കണ്ടോളി. ഇപ്പോൾ വരും. അത് നമ്മൾ ജിമ്മിൻ്റെ സൗകര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മളെ വർക്ക് അങ്ങ് ചാട്ടാക്കാൻ പോവാണേ. അപ്പോൾ ഓക്കെ നമ്മൾ വർക്കിലേക്ക് അന്ന് കടന്നു. ആദ്യം നമ്മൾ എല്ലായിടത്തും തൊട്ടായിട്ട് മാറാല പണിയാണ് തുടങ്ങി. ഫുള്ള് മാറാല തട്ടിക്കൊട്ടി വൃത്തിയാക്കുക. പിന്നെ അടുത്ത പണി ഈ ജിമ്മിലുള്ള ഫാന് മുഴുവൻ തോത്തി സെറ്റാക്കുക. ഇത് സൺറൈസ് കേട്ടോ, സൺറൈസ് ജിമ്മാണ്. ഫാനും ഉണ്ട്, സൺറൈസിയാണ്. തണുത്തിട്ട് കുളിര് പാറും. സകല ഫാനും തോത്തി. പിന്നെ അടുത്ത മെയ്യ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനറി തോത്തുക, സെറ്റാക്കുക. അതിനുള്ള പൊടിയും കാര്യമൊക്കെ പോക്കി വരത്തി പോക്കി വേറെ ലെവലാക്കുക. ഒക്കെ തോത്തിക്കൊണ്ടൊക്കെയാണ് സൈക്കിളും കാര്യം ട്രെഡ്മില്ലൊക്കെ തോത്തി സെറ്റാക്കുക. ഇതാണ് ഇവിടുത്തെ ഗ്ലാസിൻ്റെ ബിഫോർ മിററിൻ്റെ. ഇതിൻ്റെ ആഫ്റ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. വേറെ ലെവലൊക്കെ ശരിക്കും കണ്ടോളി. കുറേ മങ്ങലൊടിഞ്ഞ് എടുക്കണ്ടില്ലേ, കണ്ടില്ലേ. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് തോത്തലാട് തുടങ്ങി. ഇപ്പോൾ ഇവരതിൻ്റെ ആഫ്റ്റർ ഇതാണ് ഗ്ലാസിൻ്റെ ആഫ്റ്റർ. ശരിക്കണ്ടോളെ ഗ്ലാസ് ഉണ്ട് പോലും അറിയണില്ല. അല്ലാ മാഷാ അല്ലാ സെറ്റാക്കി കൊടുത്ത്. ഇനി മസിലൂടെ ആറാട്ടേക്കണം. കർണാടക സീലിൻ്റെ കമ്മിയുണ്ട്, ഗ്ലേസിങ് കമ്മിയുണ്ട്. ഇപ്പം ഇനി മസിലിൻ്റെ വലുപ്പം കാണാതെ കണ്ടാ സെറ്റാക്കിന്. പിന്നെ ഞമ്മക്കിവിടെ പുറത്തേക്കൊരു ഡോറുണ്ട് കേട്ടോ. അതേ ബാത്റൂമിൽ കൂടെ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു ഡോറുണ്ട്. ഇതുണ്ടല്ലേ ഞങ്ങൾ ഒരു ഗ്ലാസിൻ്റെ. ഇതൊക്കെ പറ്റ മങ്ങിയെടുക്കാം കേട്ടോ. അല്ലേ ഇതിൻ്റെ ആഫ്റ്റർ നമ്മൾ കൊടുക്കുന്നുണ്ടോ വേറെ ലെവലേക്കരം സെറ്റേക്കരം കണ്ടോളി. ഇപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ അല്ലേ ഇതൊരു ഗ്ലേസിങ് കുറവാണ്, ഒരു വെളിച്ചം കുറവുണ്ട്, ഒക്കെ പൊടിയായി കിടക്കണം അല്ലേ. ഇപ്പോൾ വരുന്നതിൻ്റെ ആഫ്റ്റർ ഇതാണ് അതിൻ്റെ ആഫ്റ്റർ. അവിടെ ഗ്ലാസ് ഉണ്ടെന്ന് തോന്നില്ലെങ്കിൽ ആ ജിമ്മിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ട് അതാ ഇത് ഇവിടെയാണ് ഗ്ലാസ് ഉണ്ടല്ലേ. ഇവിടെ ഗ്ലാസ് ഉണ്ട്. ആ പീടിയ ഉണ്ടല്ലേ ഞങ്ങൾ. അപ്പം മനസ്സിലായി ഗ്ലാസ് ഉണ്ടെന്ന്. അതാണ് സെറ്റാക്കി കൊടുത്ത്. അങ്ങനെ പിന്നെ നമ്മൾ അവസാനത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് മിറർ പിടിക്കണം. അതോടെ നമ്മളെ വർക്ക് അങ്ങ് തീരാണ്. അപ്പോൾ ഓക്കെ മുത്തുമോളെ, നമ്മളെ വീഡിയോ ഇതോടെ അവസാനിച്ച് ഇവിടുത്തെ ക്ലീനിങ് ഫുൾ ഫിനിഷാക്കി. ഓക്കെ 100 100 സെറ്റാക്കി. അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിനി ചെയ്താലും മുത്തുമണികളെ.